വെൽക്കം ടു റോഷിനീസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കൊല്ലം സ്റ്റൈലിലെ ചിക്കൻ പൊരിച്ചതായാലോ. നമ്മുടെ കേരളത്തിൻ്റെ തന്നെ അഭിമാനമായ ഷെഫ് പിള്ള സാറിൻ്റെ ഒരു അടിപൊളി ഐറ്റമാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് ട്രൈ ചെയ്ത് നോക്കി, പൊളി സാധനം. അപ്പോൾ അധികം താമസിക്കേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫുൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വരയിടാം. നമ്മൾ ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. നമുക്ക് ചിക്കനിലോട്ടൊന്ന് പുരട്ടിയെടുക്കാം. ആദ്യം നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പാത്രത്തിലോട്ടിട്ട് 3-4 വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ചിക്കൻ ഒരു 3/4 വേവാകുന്നിടം വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ അവിടെ നിന്ന് വേകട്ടെ. നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളി, 3-4 പച്ചമുളക്, അതെല്ലാം കൂടെ ചേർത്ത് അരച്ചതാണ് ഇത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വേണം. മൂന്ന് ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല ലൂസായിട്ടുള്ള പരുവത്തിലുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ചിക്കൻ ഒരു 3/4 വേവ് ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചിക്കന് ഇപ്പോൾ ആറി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്കിനി നല്ല തിളച്ച എണ്ണയിലോട്ടിട്ട് പൊരിച്ചെടുക്കാം. ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ബെസ്റ്റ്. പക്ഷെ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഇട്ട് പൊരിച്ചെടുക്കാം. ചിക്കൻ ഒരുപാട് നേരം എണ്ണയിലിട്ട് പൊരിക്കണ്ട. നമ്മൾ ഓൾറെഡി വേവിച്ചെടുത്ത ചിക്കൻ ആയതുകൊണ്ട് ജസ്റ്റ് 2 മിനിറ്റ് അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടിട്ട് നമുക്ക് എടുക്കാം. ചിക്കൻ മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് 3-4 വെളുത്തുള്ളി ചതച്ചതും 3-5 പച്ചമുളക് കീറിയത്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് ഈ ബാറ്റർ കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല സൂപ്പർ കൊല്ലം സ്റ്റൈല് ചിക്കൻ പൊരിച്ചത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണോട് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.